നമസ്കാരം. മിഡ് ഈസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിൽ നിയമം കർശനമാക്കി UAE. അവകാശം ലംഘിച്ചാൽ 10 ലക്ഷം ദിർഹം വരെ പിഴ. പെർമിറ്റ് ഇല്ലാതെ ജീവനക്കാരെ നിയമിച്ചാലും ജോലി വാഗ്ദാനം ചെയ്ത് UAE-യിലെത്തിച്ച് വഞ്ചിച്ചാലും കർശനമായ ശിക്ഷ. സൗദിയിൽ 4 ലക്ഷത്തിലധികം ഗാർഹിക തൊഴിലാളികളുടെ കരാറുകൾ പൂർത്തിയാക്കി. കരാറിൽ 33 രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് റിക്രൂട്ട്മെന്റ് പ്ലാറ്റ്ഫോമായ മുസാനിദ് വഴി. വാടക കരാറുകൾ സംബന്ധിച്ച തർക്കങ്ങൾ തീർക്കാൻ ഹെൽപ്പ് ലൈൻ സൗകര്യവുമായി ഖത്തർ. 184 എന്ന ടോൾ ഫ്രീ നമ്പർ വഴി പരാതികൾ അറിയിക്കാം. പദ്ധതി ഖത്തർ മുനിസിപ്പാലിറ്റിയുടേത്. കഴിഞ്ഞ വർഷം മസ്ജിദ് ഉന്നബവി സന്ദർശിച്ചത് 28 കോടിയിലധികം വിശ്വാസികൾ. സന്ദർശകരുടെ എണ്ണത്തിൽ 2.5 കോടിയുടെ വർധന. റൗദ ഷരീഫിൽ സന്ദർശനത്തിനായി രജിസ്റ്റർ ചെയ്തത് 1 കോടിയിലധികം വിശ്വാസികളാണെന്നും കണക്ക്. സൗദിയിൽ വിദേശികൾക്ക് $3 ലക്ഷം കോടി മൂല്യം വരുന്ന നിക്ഷേപങ്ങൾക്ക് അവസരം. സൗദിയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ കഴിഞ്ഞ വർഷം 158% വർധന. 2025 തുടക്കം മുതൽ പുതിയ നിക്ഷേപ നിയമങ്ങൾ നടപ്പാക്കും. തൊഴിലാളിയുടെ അവകാശങ്ങൾ ലംഘിച്ചാൽ ശിക്ഷാ നടപടി കർശനമാക്കുമെന്ന് UAE. ഇതിനായി തൊഴിൽ നിയമത്തിൽ സർക്കാർ ഭേദഗതി വരുത്തി. തൊഴിലാളികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ 10 ലക്ഷം ദിർഹം വരെ ഇനി പിഴ നൽകേണ്ടി വരും. തൊഴിലാളികളും തൊഴിലുടമയും തമ്മിലെ ബന്ധം കൃത്യമായി നിർവചിക്കുന്നതാണ് പുതിയ നിയമവ്യവസ്ഥ. തൊഴിൽ പെർമിറ്റില്ലാതെ ജീവനക്കാരെ നിയമിച്ചാലും ജോലി വാഗ്ദാനം ചെയ്ത് UAE-യിലെത്തിച്ച് വഞ്ചിച്ചാലും കർശനമായ ശിക്ഷാ നടപടിയുണ്ടാകും. തൊഴിലാളികളുടെ അവകാശങ്ങൾ നൽകാതെ സ്ഥാപനം അടച്ചുപൂട്ടാൻ അനുവദിക്കില്ല. വ്യാജ സ്വദേശി നിയമനം ഉൾപ്പെടെ നിയമന തട്ടിപ്പ് നടത്തിയാൽ ക്രിമിനൽ വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കും. തൊഴിൽ നിയമലംഘനം പിടികൂടിയാൽ 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ദിർഹം പിഴ ചുമത്തും. തർക്കങ്ങൾ തൊഴിൽ മന്ത്രാലയത്തിൽ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി, അപ്പീൽ കോടതി എന്നിവയെ സമീപിക്കാം. തൊഴിൽ ബന്ധം അവസാനിപ്പിച്ച് 2 വർഷത്തിന് ശേഷം സമർപ്പിക്കപ്പെടുന്ന കേസുകൾ പുതിയ നിയമപ്രകാരം കോടതി റദ്ദാക്കും. മീഡിയ 1 ദുബായ്. സൗദിയിൽ 4 ലക്ഷത്തിലധികം ഗാർഹിക തൊഴിലാളികളുടെ കരാറുകൾ പൂർത്തിയാക്കി. റിക്രൂട്ട്മെന്റ് പ്ലാറ്റ്ഫോമായ മുസാനിദ് വഴിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. ഹൌസ് ഡ്രൈവർമാർ, വീട്ടുജോലിക്കാർ എന്നിവരടങ്ങുന്ന കണക്കാണിത്. 4,12,399 ഗാർഹിക തൊഴിൽ കരാറുകളാണ് മുസാനിദ് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തത്. 61,358 തൊഴിലുടമകൾക്ക് കീഴിലാണ് ഇത്രയും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. സൗദിയിലെ ഗാർഹിക തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് മുസാനിദ്. ഇതുവഴി തൊഴിൽ കരാറുകൾ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാക്കിയിരുന്നു. ഇതോടൊപ്പം ജീവനക്കാരുടെ ശമ്പളവും ബാങ്ക് അക്കൌണ്ട് വഴിയാക്കണമെന്ന് മുസാനിദ് നേരത്തെ അറിയിച്ചിരുന്നു. ഈ നിർദ്ദേശത്തിന് ശേഷമുള്ള പുതിയ കണക്കുകളാണിപ്പോൾ പുറത്തുവിട്ടത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 907 അംഗീകൃത റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 8,286 ഓഫീസുകൾ വിദേശ രാജ്യങ്ങളിലും സേവനം നൽകി വരുന്നു. 5,83,691 ബയോഡാറ്റകളാണ് ഇത്തവണ മുസാനിദ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തത്. നിലവിൽ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം നൽകുന്നത് മുസാനിദ് സംവിധാനത്തിലൂടെയാണ്. STCP, യുവപേ തുടങ്ങിയ സംവിധാനങ്ങൾക്ക് പുറമെ അലിൻമ പേ, എൻജാസ് വാലറ്റ്, മൊബൈൽ പേ എന്നിവയിലൂടെയും ഇനി മുതൽ ശമ്പളം കൈമാറാം. തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് സേവനവും പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ്. 3,58,980 ഇൻഷുറൻസുകളാണ് ഇത്തവണ അനുവദിച്ചത്. പരാതികൾ സമർപ്പിക്കുന്നതിനുള്ള ഏകീകൃത ചാനലും മുസാനിദിൽ ലഭ്യമാണ്. ഗാർഹിക തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ മേഖല സൃഷ്ടിക്കുക, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, തൊഴിൽപരമായ കരാറുകളുടെ സേവനങ്ങൾ വേഗത്തിലാക്കുക എന്നിവയാണ് മുസാനിദ് പോർട്ടൽ വഴി ലക്ഷ്യമാക്കുന്നത്. മീഡിയ 1 റിയാദ്. തൊഴിൽ പരാതികൾ സമർപ്പിക്കാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി UAE തൊഴിൽ മന്ത്രാലയം. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും വീട്ടുജോലിക്കാർക്കും തൊഴിൽദാതാക്കൾക്കും ഇതിലൂടെ പരാതികൾ സമർപ്പിക്കാം. നേരിട്ട് ഹാജരാകാതെ തന്നെ തൊഴിലാളികൾക്ക് പരാതി നൽകാം. പരാതി നൽകാൻ 3 മാർഗങ്ങളാണ് തൊഴിൽ മന്ത്രാലയം മുന്നോട്ട് വെക്കുന്നത്. 1. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി പരാതി നൽകാം. 2. MOHRE UAE എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പരാതികൾ സമർപ്പിക്കാം. 3. 800-84 എന്ന കോൾ സെന്ററാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ തൊഴിലാളികൾ പരാതി നൽകുമ്പോൾ വർക്ക് പെർമിറ്റ് നമ്പറോ പാസ്പോർട്ട് നമ്പറോ നൽകണം.
വീട്ടുജോലിക്കാർ പരാതി നൽകുമ്പോൾ UID നമ്പർ ഒപ്പം നൽകണം. തൊഴിൽദാതാക്കൾ പരാതി നൽകുമ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് നമ്പർ വേണം. വീട്ടുജോലിക്കാരുടെ തൊഴിൽദാതാവാണെങ്കിൽ തൊഴിലാളിയുടെ UID നമ്പറും നിർബന്ധമാണ്. പരാതി ലഭിച്ച് 14 ദിവസത്തിനകം തൊഴിലാളിയെയും തൊഴിൽദാതാവിനെയും തൊഴിൽ മന്ത്രാലയം അന്വേഷണത്തിനായി വിളിപ്പിക്കും. അന്വേഷണങ്ങൾക്കൊടുവിൽ കേസിൽ ഒത്തുതീർപ്പുണ്ടാക്കും. 50,000 ദർഹത്തിന് താഴെയുള്ള തൊഴിൽ കേസുകൾ മന്ത്രാലയത്തിൽ തന്നെ ഒത്തുതീർപ്പാക്കും. 50,000 ദർഹത്തിന് മുകളിലുള്ള ക്ലെയിമുകൾ ഒത്തുതീർപ്പാക്കാനായില്ലെങ്കിൽ കേസ് കോടതിക്ക് കൈമാറുമെന്നും മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1 ദുബായ്. സൗദിയിൽ വിദേശികൾക്ക് 3 ലക്ഷം കോടി ഡോളറിലേറെ മൂല്യം വരുന്ന നിക്ഷേപ അവസരങ്ങളുണ്ടെന്ന് മന്ത്രാലയം. 15 മേഖലകളിലായാണ് അവസരമെന്നും നിക്ഷേപ മന്ത്രാലയം അറിയിച്ചു. സൗദിയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ കഴിഞ്ഞ വർഷം 158% വർധന. സൗദിയിലെ വാണിജ്യ വ്യവസായ രംഗം കൂടുതൽ നിക്ഷേപ സൗഹൃദമാക്കാനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി അടുത്ത വർഷം മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ഇതിനു മുന്നോടിയായാണ് സൗദിയിലെ നിക്ഷേപാവസരങ്ങളും മേഖലകളും മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കാർഷികം, ഭക്ഷ്യമേഖല, ഊർജം, ആരോഗ്യം, വ്യവസായം എന്നീ മേഖലകളിൽ കൂടുതൽ അവസരങ്ങളൊരുക്കും. മരുന്ന് നിർമ്മാണം, പെട്രോകെമിക്കൽ, ബാങ്കിംഗ്, ലോജിസ്റ്റിക്സ് മേഖലകളിൽ 300-ലേറെ വൻകിട കരാറുകൾക്ക് അവസരമുണ്ട്. പ്രതിരോധം, വ്യോമയാനം, IT മേഖലകളിലും സൗദി അവസരങ്ങൾ നൽകും. റിയൽ എസ്റ്റേറ്റ്, ടൂറിസം, വിനോദം തുടങ്ങി സൗദിയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന മേഖലകളിൽ വ്യാപകമായ നിക്ഷേപത്തിന് അവസരമുണ്ടാകും. ഇവയിലൊന്നാകെ 3.5 ലക്ഷത്തോളം കോടി ഡോളറിന്റെ നിക്ഷേപ മൂല്യമുണ്ട്. അന്താരാഷ്ട്ര നിയമമനുസരിച്ച് സൗദിയിലെ നിക്ഷേപ മേഖലയെ മാറ്റാനാണ് നിക്ഷേപ മന്ത്രാലയത്തിന്റെ ശ്രമം. ഇതിന് സൗദി മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 2025 തുടക്കം മുതൽ പുതിയ നിക്ഷേപ നിയമങ്ങൾ നടപ്പാക്കാനാണ് തീരുമാനം. വിവിധ രാജ്യങ്ങളിലെ നിയമവുമായി സൗദിയിലെ നിക്ഷേപ രംഗത്തെ നിയമം താരതമ്യം ചെയ്യാനാണ് പുതിയ ചട്ടങ്ങൾ നടപ്പാക്കുന്നത്. US, UAE, സിംഗപ്പൂർ, ജർമ്മനി, ഇന്തോനേഷ്യ, തുർക്കി എന്നിവിടങ്ങളിലെ നിയമവുമായാണ് സൗദി നിയമത്തെ താരതമ്യം ചെയ്യുന്നത്. നിയമം നടപ്പാവുന്നതോടെ വിദേശിയുടെയും സ്വദേശിയുടെയും അവകാശങ്ങൾ ഒരേ രീതിയിലേക്ക് മാറ്റും. വിവിധ സാഹചര്യങ്ങളിൽ സ്വദേശിക്കും വിദേശിക്കും ഒരേ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ലഭിക്കുക. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. വാടക കരാറുകൾ സംബന്ധിച്ച് തർക്കങ്ങൾ തീർക്കാൻ ഹെൽപ്പ് ലൈൻ സൗകര്യവുമായി ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയം. 184 എന്ന ടോൾ ഫ്രീ നമ്പർ വഴി പരാതികൾ അറിയിക്കാം. പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ സേവനമൊരുക്കിയത്. ഖത്തറിലെ കമ്പനികൾ, പൗരന്മാർ, താമസക്കാർ, സന്ദർശകർ എന്നിവർക്ക് രാജ്യത്തെ ഭൂവുടമകളും വാടകക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും അന്വേഷണങ്ങളും ഫയൽ ചെയ്യാൻ ഇതുവഴി സാധിക്കും. സർക്കാരിന്റെ ഏകീകൃത ആശയവിനിമയ കേന്ദ്രത്തിന് കീഴിൽ 184 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ അധികൃതരുടെ ശ്രദ്ധയിലെത്തിക്കാനും പരിഹാരം നേടാനും ടോൾ ഫ്രീ നമ്പർ വഴി സാധിക്കും. ഹെൽപ്പ് ലൈൻ നമ്പർ വഴി സംശയങ്ങളും അഭിപ്രായങ്ങളും അധികൃതരുമായി പങ്കുവയ്ക്കാനും അവസരമുണ്ട്. മീഡിയ 1, ദോഹ. കഴിഞ്ഞ വർഷം മസ്ജിദുൻ നബവി സന്ദർശിച്ചത് 28 കോടിയിലധികം വിശ്വാസികൾ. മുൻവർഷത്തെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ 2.5 കോടിയുടെ വർധനയാണ് ഉണ്ടായത്. ഹറംകാര്യ വകുപ്പാണ് കണക്കുകൾ പുറത്തുവിട്ടത്. പ്രവാചക പള്ളിയായ മസ്ജിദുൻ നബവിയിലാണ് സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവുണ്ടായത്. കഴിഞ്ഞ വർഷം മസ്ജിദുൻ നബവി സന്ദർശിച്ചത് 28 കോടിയിലധികം വിശ്വാസികളാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ 2.5 കോടിയുടെ വർധനവാണ് ഉണ്ടായത്. റൗള ഷെരീഫിൽ സന്ദർശനത്തിനായി എത്തിയത് 1 കോടിയിലധികം വിശ്വാസികളാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 18 ലക്ഷം വിശ്വാസികളാണ് വർദ്ധിച്ചത്. റൗള ഷെരീഫിൽ നമസ്കാരം നിർവഹിക്കാൻ ആപ്പ് വഴി രജിസ്ട്രേഷൻ ആവശ്യമാണ്. എന്നാൽ മസ്ജിദുൻ നബവി സന്ദർശിക്കുന്നതിന് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതില്ല. 4 ഘട്ടങ്ങളിലായാണ് വിശ്വാസികളെ റൗളയിലേക്ക് പ്രവേശിപ്പിക്കുക. 10 മിനിറ്റോളം തീർത്ഥാടകർക്ക് റൗളയിൽ പ്രാർത്ഥിക്കാം. മസ്ജിദിനകത്ത് നിന്നായിരിക്കും സന്ദർശകരെ റൗളയിലേക്ക് ആനയിക്കുകയെന്നും ഹറംകാര്യ വകുപ്പ് വ്യക്തമാക്കി. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കറുത്ത ചൂട് അവസാനിക്കുന്നതിന്റെ അടയാളമായി വിലയിരുത്തപ്പെടുന്ന സുഹൈൽ നക്ഷത്രം 2 ആഴ്ചയ്ക്കകം പ്രത്യക്ഷപ്പെടും. പരമ്പരാഗതമായി അറബ് സമൂഹം കാലാവസ്ഥാ മാറ്റത്തിന്റെ ചിഹ്നമായാണ് നക്ഷത്രം ഉദിക്കുന്നതിനെ വിലയിരുത്തുന്നത്. അത്യുഷ്ണം അവസാനിക്കുന്നതിന്റെ സൂചനകൾ UAE ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടു തുടങ്ങി. സുഹൈൽ ഉദിക്കുന്നതോടെ രാത്രികാലങ്ങളിലെ ചൂടാണ് ആദ്യഘട്ടത്തിൽ കുറയുക. പിന്നീട് പതിയെ കാലാവസ്ഥ ശൈത്യത്തിന് വഴിമാറും. ആഗസ്റ്റ് 24-ന് സുഹൈൽ പ്രത്യക്ഷപ്പെടുമെന്ന് എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ പറഞ്ഞു.
സുഹൈൽ പ്രത്യക്ഷപ്പെട്ടാൽ മേഖലയിൽ ഏകദേശം 40 ദിവസത്തെ സുഫ്രിയ എന്നറിയപ്പെടുന്ന പരിവർത്തന കാലാവസ്ഥയാണ് ഉണ്ടാവുക. തീവ്രമായ വേനൽക്കാലത്തിനും ശൈത്യത്തിനുമിടയ്ക്കുള്ള കാലം കൂടിയാണിത്. പിന്നീട് സുഹൈലിന്റെ വരവോടെ ഇന്ത്യൻ മൺസൂൺ ദുർബലമാകും. കാലവർഷം തെക്കോട്ട് നീങ്ങുന്നതിന്റെ സൂചന കൂടിയാണിത്. ഈ സമയത്ത് ഈർപ്പം വർദ്ധിക്കുന്നത് മേഘങ്ങൾ രൂപപ്പെടാൻ കാരണമാകും. ഒമാനിലെയും UAE-യിലെയും ഹജർ പർവ്വതനിരകളുടെ കിഴക്കൻ ചെരുവുകളിൽ കാലാവസ്ഥാ മാറ്റത്തിനും ഇത് വഴിയൊരുക്കും. യമനിലെ നക്ഷത്രം എന്നറിയപ്പെടുന്ന സുഹൈലിന് അറബ് പാരമ്പര്യത്തിൽ സുപ്രധാന സ്ഥാനമാണുള്ളത്. മീഡിയ 1 ദുബൈ. UAE-യിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കാൻ ബസ് ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി. ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ യാത്രയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം. സ്കൂൾ ബസ്സുകളുടെ പ്രവർത്തനം കുറ്റമറ്റ രീതിയിൽ നിരീക്ഷിക്കാനും സംവിധാനമൊരുക്കും. സ്കൂളിലേക്കും തിരിച്ചുമുള്ള വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് RTA അധികൃതർ നിർദ്ദേശിച്ചു. ബസ്സുകളിൽ സുരക്ഷയ്ക്ക് വേണ്ട സാങ്കേതിക സൗകര്യങ്ങൾ നിർബന്ധമായും ഏർപ്പെടുത്തിയിരിക്കണം. വേനലവധി അവസാനിക്കാനിരിക്കെ സ്കൂൾ അധികൃതർക്കും ബസ് ഓപ്പറേറ്റർമാർക്കും കൃത്യമായ മാർഗരേഖയും അധികൃതർ കൈമാറിയിട്ടുണ്ട്. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളിൽ ഏറ്റവും മികച്ച ശ്രദ്ധ പതിപ്പിക്കാനാണ് നിർദ്ദേശം. നിലവിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് RTA കൃത്യമായി പരിശോധിക്കും. ഇതിനായി പ്രത്യേക വിദഗ്ധ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. സ്കൂൾ ബസ്സുകളുടെ ക്ഷമത പരിശോധിക്കാനുള്ള സംവിധാനങ്ങളും ഉറപ്പാക്കി. കുട്ടികൾ വാഹനത്തിൽ കയറുന്ന ഘട്ടത്തിലും ഇറങ്ങുന്ന നേരത്തും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. വീടുകൾക്ക് സമീപം കുട്ടിയെ എത്തിക്കുന്ന കാര്യത്തിൽ ഇതിനായി നിയോഗിക്കപ്പെട്ടവർക്ക് വലിയ ബാധ്യതയുണ്ടെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്കൂളുകൾക്ക് സമീപമുള്ള സ്ഥലങ്ങളിലും റോഡുകളിലും മറ്റു വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാതിരിക്കാൻ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡ്രൈവർമാർക്കും ബസ് അറ്റൻഡർമാർക്കും പ്രത്യേക പരിശീലന പരിപാടികൾ നൽകാനും RTA തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ 1 ദുബൈ. ഇന്ത്യൻ പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും സ്വാതന്ത്ര്യ ദിനാശംസ നേർന്ന് ആസ്റ്റർ DM ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ. ലോകതലത്തിൽ നിർണായക മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ ഇന്ത്യ, UAE ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളുമായി ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും മറികടന്ന് കൂടുതൽ മുന്നേറാൻ സ്വാതന്ത്ര്യദിനം ഇന്ത്യക്ക് പ്രേരണയാകട്ടെ എന്നും ആശംസാ സന്ദേശത്തിൽ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. ബഹ്റൈനിൽ ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷനുമായി സഹകരിച്ച് ടീൻസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ സമ്മർ റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. VK അനീസ് അധ്യക്ഷത വഹിച്ച പരിപാടി ആക്ടിംഗ് പ്രസിഡന്റ് സമീർ ഹസൻ ഉദ്ഘാടനം ചെയ്തു. പരിശീലകൻ Y ഇർഷാദ്, കായംകുളം സൈദലവി പൊന്നാനി, ഫാസിൽ താമരശ്ശേരി എന്നിവർ സെഷനുകൾ നയിച്ചു. ബഹ്റൈനിലെ മനാമ സൂക്ക് തീപിടുത്തത്തിൽ ദുരിതബാധിതരായവരെ സഹായിക്കാൻ മലയാളി കൂട്ടായ്മകളെ ഒരുമിപ്പിച്ച് സഹായ കമ്മിറ്റി. 60ഓളം സംഘടനകളുടെയും പ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരെയും ഒന്നിപ്പിച്ച സഹായ സമിതിയുടെ യോഗത്തിൽ കൺവീനർ ഹാരിസ് പഴയങ്ങാടി അധ്യക്ഷത വഹിച്ചു. സുബൈർ കണ്ണൂർ, KT സലീം, ഫൈസൽ വില്യാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ഈ വർഷം ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ മധ്യസ്ഥതയിലൂടെ 1234 സാമ്പത്തിക തർക്കങ്ങൾ തീർപ്പാക്കിയതായി അബുദാബി ജുഡീഷ്യൽ വകുപ്പ് അറിയിച്ചു. 44,303 കോടി ദിർഹമിന്റെ കേസുകളാണ് ഇതോടെ പരിഹരിച്ചത്. 657 വാണിജ്യ തർക്കങ്ങൾ, 276 റിയൽ എസ്റ്റേറ്റ് തർക്കങ്ങൾ, 301 ഉപഭോക്തൃ സിവിൽ തർക്കങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ടു. സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ച് ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കണമെന്ന രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ദീർഘകാലമായുള്ള ആവശ്യത്തെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നീക്കം. കുട്ടികൾക്ക് സ്കൂൾ ബാഗുകളുടെ ഭാരം മൂലമുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. മാർക്കറ്റിൽ ലഭിക്കുന്ന സ്കൂൾ ബാഗുകളിൽ പലതും ഭാരം കൂടിയതും കുട്ടികൾക്ക് സൗകര്യപ്രദമല്ലാത്തതും കുട്ടികളുടെ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമാണ്. കുട്ടികൾ ഉപയോഗിക്കുന്ന ബാഗുകളുടെ നിലവാരം അധികൃതർ നിശ്ചയിച്ചിട്ടുണ്ട്. ബാഗും ബാഗിലെ പുസ്തകങ്ങളുമടക്കം മൊത്തം ഭാരം കുട്ടിയുടെ ഭാരത്തിന്റെ 10% കൂടുതൽ വരാൻ പാടില്ല. 1 മുതൽ 4 വരെ ക്ലാസുകളിലെ കുട്ടികളുടെ ബാഗ് ഭാരം കുറയ്ക്കാനും ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
എല്ലാ ദിവസവും കുട്ടികൾ സ്കൂളിൽ പുസ്തകങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം സ്കൂളിൽ കുട്ടികൾക്ക് ലോക്കറുകൾ അനുവദിക്കും. അധ്യാപകർ പരസ്പരം സഹകരിച്ച് ഗൃഹപാഠങ്ങൾ നൽകുകയും ഇലക്ട്രോണിക് പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തുകയും വേണം. കുട്ടികൾ സ്കൂൾ ടൈം ടേബിളുകൾ അനുസരിച്ചാണ് പുസ്തകങ്ങൾ കൊണ്ടുവരുന്നതെന്ന് ഉറപ്പുവരുത്തുകയും അനാവശ്യ പുസ്തകങ്ങൾ കൊണ്ടുപോകുന്നത് തടയുകയും വേണം. കുട്ടികളുടെ ഭക്ഷണപാത്രങ്ങൾ പുസ്തക ബാഗിൽ വെക്കാതെ പ്രത്യേകം കൊണ്ടുപോകണമെന്നും മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. മീഡിയ 1 മസ്കത്ത്. ഒമാനിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സൂറിൽ നിന്ന് 51 കിലോമീറ്റർ അകലെ നോർത്ത് ഈസ്റ്റ് ഒമാൻ കടലിലാണ് ഇന്നലെ രാത്രിയോടെ ഭൂചലനം റിപ്പോർട്ട് ചെയ്തത്. റിക്ടർ സ്കെയിലിൽ 3.3 തീവ്രതയിലും 2 കിലോമീറ്റർ ആഴത്തിലുമാണ് ഭൂചലനം രേഖപ്പെടുത്തിയത്. വേനൽക്കാലത്ത് റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ അജ്മാനിൽ സൗജന്യ വാഹന പരിശോധന ആരംഭിച്ചു. അജ്മാൻ പോലീസും ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചേർന്നാണ് വാഹനങ്ങളിൽ പരിശോധന നടത്തുന്നത്. വേനൽക്കാലത്ത് ടയർ പൊട്ടി വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കുന്നത് ഒഴിവാക്കുകയാണ് പരിശോധനാ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. ടയറുകൾ സുരക്ഷിതമാണോ എന്ന് സൗജന്യമായി പരിശോധിക്കാൻ അജ്മാൻ പോലീസും അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കാലാവധി തീർന്ന ടയറുകൾ, കേടുപാട് സംഭവിച്ച ടയറുകൾ എന്നിവ തിരിച്ചറിയാനും അപകട സാധ്യതയുള്ള ടയറുകളാണോ വാഹനത്തിലുള്ളത് എന്ന് മനസ്സിലാക്കാനും ഈ പരിശോധനയിലൂടെ കഴിയും. അപകട സാധ്യത കണ്ടെത്തിയാൽ അക്കാര്യം വാഹന ഉടമയെ അറിയിക്കും. ഉടൻ പരിഹാര നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങളും അധികൃതർ നൽകും. മീഡിയ 1 അജ്മാൻ. ഖത്തർ തീരത്ത് അയക്കൂറ മത്സ്യം പിടിക്കുന്നതിനുള്ള നിരോധനം വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മുനിസിപ്പാലിറ്റി മന്ത്രാലയം. പ്രജനനകാലത്ത് മത്സ്യബന്ധനം നിർത്തിവെക്കാനുള്ള GCC കാർഷിക സഹകരണ സമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനം. നിരോധനം ഒക്ടോബർ 15 വരെ 2 മാസം നീണ്ടുനിൽക്കും. നിയമലംഘകർക്ക് 5000 റിയാൽ വരെ പിഴ ചുമത്തുമെന്നും മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു. സുരക്ഷ ഉറപ്പാക്കാനുള്ള യത്നത്തിൽ തിളങ്ങി ദുബായ് മൗണ്ട് പോലീസ് സ്റ്റേഷൻ. കുതിരപ്പുറത്ത് റോന്തു ചുറ്റുന്ന പോലീസ് സംഘമാണിത്. 6 മാസത്തിനുള്ളിൽ 100-ലേറെ നിയമലംഘനങ്ങളാണ് പോലീസ് സേന കണ്ടെത്തി പിഴ വിധിച്ചത്. ജനുവരി മുതൽ ജൂൺ വരെ വിവിധയിടങ്ങളിലായി 732 പട്രോളിംഗുകളാണ് കുതിരപ്പട പൂർത്തീകരിച്ചത്. സുരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തിൽ കുതിരപ്പട മുന്നേറുന്നതായി മൗണ്ടഡ് പോലീസ് സ്റ്റേഷൻ ഡയറക്ടർ മേജർ ജനറൽ ഡോക്ടർ മുഹമ്മദ് ഈസ അൽ ആദിബ് പറഞ്ഞു. ദുബൈ നഗരത്തിലെ ജനങ്ങളുടെ സമാധാനം ഉറപ്പാക്കുന്നതിൽ മൗണ്ടഡ് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം നിർണായകമാണ്. കുറ്റകൃത്യങ്ങൾ തടയുന്നത് കൂടാതെ സുരക്ഷിത നഗരം, സാമൂഹികക്ഷേമം എന്നീ സുസ്ഥിര ലക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കാനും മൗണ്ടഡ് പോലീസ് സ്റ്റേഷന് പദ്ധതികളുണ്ട്. വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ പ്രയാസമുള്ള ഏരിയകളിൽ നിന്ന് പ്രതികളെ പിടികൂടാനും മൗണ്ടഡ് പോലീസ് സഹായിക്കുന്നു. വ്യവസായ, വാണിജ്യ മേഖലകൾ, വിനോദസഞ്ചാര മേഖലകൾ എന്നിവിടങ്ങളിൽ പൊതുജന സുരക്ഷ ശക്തിപ്പെടുത്താനും മൗണ്ടഡ് പോലീസിന്റെ റോൾ നിർണായകമാണ്. സംശയാസ്പദമായി കാണുന്ന വാഹനങ്ങളെയും വ്യക്തികളെയും പരിശോധിക്കുന്നതിനൊപ്പം കായിക വിനോദ ഇടങ്ങൾ സംരക്ഷിക്കുന്നതും ഈ പോലീസ് വിഭാഗത്തിന്റെ ദൗത്യമാണ്. പിന്നിട്ട 6 മാസത്തിനിടെ 1114 വ്യക്തികൾ ഉൾപ്പെടെ 1245 ഗുണഭോക്താക്കൾക്ക് കുതിരസവാരിയിൽ മൗണ്ടഡ് പോലീസ് പരിശീലനവും നൽകി. കുതിര സംരക്ഷണത്തെക്കുറിച്ച് 8 പേർക്കും മരുഭൂമിയിൽ കുതിരയെ റൈഡ് ചെയ്യുന്നത് സംബന്ധിച്ച് 69 പേർക്കും പരിശീലനം നൽകി. ഉയർന്ന പരിശീലനവും യോഗ്യതയും നേടിയ 122 കുതിരകളാണ് മൗണ്ടഡ് പോലീസ് സ്റ്റേഷനിൽ സേവനം ചെയ്യുന്നത്. മീഡിയ 1 ദുബൈ.